എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ഇനി നടത്താനിരിക്കുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം: കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സ്നേഹസാന്ത്വനം. സ്നേഹസാന്ത്വനമാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി ഏതാണ്? കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ചങ്ങാതി. ചങ്ങാതി പദ്ധതിയാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി. ഖേൽ രത്ന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോളർ. ഖേൽ രത്ന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോളർ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, സുനിൽ ഛേത്രി. സുനിൽ ഛേത്രിയാണ് ഖേൽ രത്ന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോളർ. ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് അടുത്തിടെ ഇന്ത്യ ഗവൺമെൻറ് മുന്നറിയിപ്പ് നൽകിയ ഡാം എന്നത് എന്താണ്? ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് അടുത്തിടെ ഇന്ത്യ ഗവൺമെൻറ് മുന്നറിയിപ്പ് നൽകിയ ഡാം എന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ, മാൽവെയർ. ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് അടുത്തിടെ ഇന്ത്യ ഗവൺമെൻറ് മുന്നറിയിപ്പ് നൽകിയ ഡാം എന്നതൊരു മാൽവെയർ ആണ്. കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ എന്ത് പേരിൽ അറിയപ്പെടുന്നു? കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി, കൈരളി. കൈരളിയാണ് കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കോഴിക്കോട്. കോഴിക്കോടാണ് യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, വിദ്യാവാഹിനി ആപ്പ്. വിദ്യാവാഹിനി ആപ്പാണ് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ, തന്മുദ്ര. തന്മുദ്രയാണ് കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി. വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണ്? വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, അനുവാദിനി. അനുവാദിനിയാണ് വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയയാണ് 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. എന്താണ് ശരണ്യ പദ്ധതി? എന്താണ് ശരണ്യ പദ്ധതി? ആൻസർ ഓപ്ഷൻ എ, സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി.
സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം ഏതാണ്? 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം. ആൻസർ ഓപ്ഷൻ സി, അസർബൈജാൻ. അസർബൈജാനാണ് 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം. ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2025 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്? ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2025 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ എ, ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2025 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 2025 രസതന്ത്ര നൊബേൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2025 രസതന്ത്ര നൊബേൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുമായി ബന്ധപ്പെട്ടതാണ് 2025 രസതന്ത്ര നൊബേൽ സമ്മാനം. 2026 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ആരാണ്? 2026 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, മിറ ആൻഡ്രിവ. റഷ്യൻ ടെന്നീസ് താരമായ മിറ ആൻഡ്രിവയാണ് 2026 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ. UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ ഡി, 193. 193 അംഗങ്ങളാണ് UN-ൽ ഇപ്പോൾ ഉള്ളത്. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത്? തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കുക. സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കുക എന്നതാണ് തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത്. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പം ആണ് കാണുന്നത്? ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പമാണ് കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ, കുടുംബശ്രീ. കുടുംബശ്രീയുടെ ലോഗോയിലാണ് ഒന്നായി മുന്നേറാം എന്ന വാക്യം കാണുന്നത്. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സ്നേഹപൂർവം. സ്നേഹപൂർവമാണ് മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ. ആൻസർ ഓപ്ഷൻ ബി, ഗൂഗിൾ ക്രോം. ഗൂഗിൾ ക്രോമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ നിലവിലെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, AP അനിൽകുമാർ. AP അനിൽകുമാറാണ് കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലത്തെ ഗവർണർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത്. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ശലഭം. ശലഭം പദ്ധതിയാണ് നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി.
ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം. ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ജെമിനി. ജെമിനിയാണ് ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ ഇന്ത്യയാണ് ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതി.